യാത്രയുടെ ഇടയിൽ കൂടി നല്ലൊരു ന്യൂസും കൂടി കിട്ടിയിരിക്കുകയാണ്. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വാട്ട്സ് അപ്പ് ഗൈസ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോ ഇന്ന് ഞങ്ങള് ഗുരുവായൂർ വരെ പോവാണ്. അപ്പൊ എന്റെ ചാനലിലെ ആദ്യത്തെ അമ്പലം വ്ലോഗാണിത്. ഗുരുവായൂരിൽ ഇപ്പൊ ഉത്സവമൊക്കെ നടക്കുക. അപ്പൊ ഒന്ന് പോയി തൊഴാന്ന് വിചാരിച്ചു. പിന്നെ കൂടെ അമ്മയുണ്ടത്. അമ്മ ബാക്കിൽ കിടക്കുവാണ്. ബാക്കിലിടന്ന് ഉറങ്ങി തോന്നുന്നു. ഫുഡൊക്കെ അടിച്ച് സുഖമായിട്ട് ഇടുന്ന. ഹലോ, ഉറങ്ങിയടി കാണിച്ചു. അമ്മ ഉറങ്ങി. ഞാൻ ഇന്ന് സാരിയൊക്കെ കൊടുത്ത് സുന്ദരയുണ്ട്. നമുക്ക് സാരി ഉടുത്തു തുടങ്ങിയപ്പോ ഡൗട്ടായിരുന്നു. പിന്നെ സാരി ഉടുക്കണ കാര്യം അറിയാലോ. നേരം സാരി ഉടുത്ത് 1 മണിക്കൂർ 1 മണിക്കൂർ ലേറ്റ് ആയി. പിന്നെ പറഞ്ഞിട്ടല്ല, അവൾക്ക് ഇന്ന് എക്സ്ട്രാ സുന്ദരിയായിട്ട് വരണോ അത്ര. അങ്ങനെയൊന്നുമില്ല, അമ്പലത്തിൽ പോകുമ്പോ സാരി ഉടുക്കാനാകില്ല. നീ എപ്പോഴും സുന്ദരിയല്ലേ, പക്ഷെ സാരി ഉടുത്ത് ഒന്നും കൂടി സുന്ദരിയായി. ഇത് കൊള്ളാം. ഇല്ല ഗൈസ്, പറയൂ, കമന്റ് ഇടൂ. സാരി എങ്ങനെയുണ്ട്? ഇവൾക്ക് പൊളിയല്ലേ? സംഭവം സൂപ്പറാണ്. കമന്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഗൈസ്, ഇതിന്റെ ഇടയിൽ കൂടി ഞങ്ങളെ ഗുരുവായൂർ യാത്രയുടെ ഇടയിൽ കൂടി നല്ലൊരു ന്യൂസും കൂടി കിട്ടിയിരിക്കുകയാണ്. എന്റെ കുഞ്ഞൻ ഇത് പാറക്കുട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് അടിച്ചിരിക്കുകയാണ്. ബാലതാരം. അടിപൊളി. പെട്ടെന്ന് അവളെ വിളിച്ച് വിഷ് ചെയ്യണം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. പാറക്കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടല്ലേ കുഞ്ഞാള് തൊട്ട്. എന്റെ പൊന്നോ, അവൾക്ക് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കണം എന്നൊക്കെ ഇല്ല. കുഞ്ഞുങ്ങളില് ഉറപ്പായിട്ടും 6 മാസം തൊട്ട് ബാലതാരം എന്ന് പറയുമ്പോ പാറുകുട്ടി എന്ന് പറയുമ്പോ പാറുവിന് ഉറപ്പായിട്ടും ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം 4-ാം മാസം തൊട്ട് എന്റെ ഈ കൈകളിൽ കിടന്ന് അഭിനയിച്ച് വളർന്ന കുട്ടിയാണത്. അപ്പൊ ഉറപ്പായിട്ടും അതിൽ ഒരു അത്ഭുതമില്ല. കൺഗ്രാറ്റ്സ് പാറുക്കുട്ടി. നന്ദുവിന് ഗുരുവായൂരമ്പലം ഭയങ്കര ഇഷ്ടമല്ലേ? പിന്നെ എന്താ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? അവിടെ പോയിട്ട് വരുമ്പോ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ, നമ്മള് മനുഷ്യന്മാരെന്ന് പറയുമ്പോ താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പൊ അപ്പോഴേ ദൈവം ഉണ്ടെങ്കിലേ കംപ്ലീറ്റ് ആവുള്ളൂ. എത്ര കഴിവുകൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ആൾക്കാരാണെങ്കിലും. ഉറപ്പായിട്ടും അതൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ത്രൂ ഔട്ട് വേണ്ട ഒരു സംഭവമാണ്. അതാണ് അനുഗ്രഹം. അപ്പൊ അത് ഓബിയസ്ലി അടിപൊളി ഫീൽ. സൂപ്പർ. നമുക്ക് ഫുൾ പോസിറ്റീവ് എനർജി ആയിട്ട് തിരിച്ചു വരാം. ആ ഫുൾ എനർജി നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ലൈഫിൽ. ഞങ്ങളിപ്പോ ഗുരുവായൂർ പോയിട്ട് എന്താ ഒരു 6-7 മാസമായിട്ടോ. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു അമ്മയെ അവിടെ കൊണ്ടുവന്നൊരു വഴിപാടൊക്കെ വെച്ചേക്കാന്ന്. അപ്പൊ ഇപ്പഴാണ് പോകുന്നത്. അമ്മ ഗുരുവായൂരോട് കുറെ നാളായില്ലേ? അച്ഛൻ്റെ ഒപ്പം നമ്മൾ പോയതല്ലേ? അതൊരു 3 വർഷമായി അമ്മ പോയിട്ട്. അമ്മയ്ക്ക് ഇപ്പഴാ പോകാൻ പറ്റിയത്. അന്ന് അച്ഛനുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങള് ഫാമിലി ആയിട്ട് ഞാനും അനിയത്തിയും അമ്മയും അച്ഛനോടെ പോയതാണ്. എന്നിട്ട് ഇപ്പോഴാണ് അമ്മ പോകുന്നത്. അപ്പോ ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് തൊഴുതിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര സമാധാനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അമ്പലമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെ ഇപ്പൊ ഉത്സവമൊക്കെ എന്താന്ന് അറിയാവുന്ന ഉത്സവമാണ്. ഉത്സവം ആണോ? ഞാൻ ആക്ച്വലി ഇന്നലെ അറിഞ്ഞ ഉത്സവമാണ്. അപ്പൊ ഇന്നും കുറച്ചു ദിവസം ഉണ്ട്. എത്ര ദിവസം കൂടി ഉണ്ട്? ഒരാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ മൂക്കുത്തി കുത്തിട്ടോ. അത് കുറച്ച് ദിവസമായി കുത്തിയിട്ട്. 1 മന്ത് ആവുന്നു. ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ചാനൽ ആദ്യത്തെ ഷോർട്സ് മൂക്കുത്തിട്ട് ഷോർട്സ് ചിരിച്ചോണ്ട് കരയണ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. കണ്ടു നോക്കിയോളൂ ഇങ്ങനെ പറഞ്ഞിട്ട്. അതെ. അപ്പൊ എനിക്ക് പണ്ടോട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു മൂക്കൂത്ത്. എന്റെ കൈ ഇങ്ങനെ നീളത്തിൽ എത്തുന്നില്ല രണ്ടുപേരും കാണിക്കാൻ. ഇടയ്ക്ക് അമ്മ ഇങ്ങനെ മിഞ്ഞി മായുന്നുണ്ട് കേട്ടോ. ഞാനാണ് കൺട്രോൾ ചെയ്യണത് അവളുടെ കൈ. നമ്മുടെ എറണാകുളത്ത് നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഗുരുവായൂരിലോട്ട്. ട്രാഫിക് എല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ അത്ര നേരം എടുക്കും. പോണ വഴി 4ാമത്തെ വീഡിയോ കേട്ടോ എന്റെ ചാനലിലെ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഇഷ്ടം എന്നൊന്ന് കമന്റ് ചെയ്യട്ടോ. എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം, നമ്മുടെ കാണാൻ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസും കൂടെ ചെയ്യാട്ടോ. ഇപ്പൊ ഡെയിലി വ്ലോഗ് ചെയ്യണോ, അതുപോലെ കുക്കിംഗ് വീഡിയോസ് ചെയ്യണോ, നിങ്ങൾക്ക് താല്പര്യമുള്ള അങ്ങനത്തെ കണ്ടന്റ് നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി. വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. നമ്മുടെ സ്ഥിരം മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ചായയും. നമ്മൾ ഗുരുവായൂർ ഈവനിങ് ദർശനത്തിനാട്ടോ പോയത്. 4:30 തൊട്ടുള്ള ദർശനത്തിന്. പിന്നെ രാവിലത്തെ ഉച്ചയ്ക്ക് 1:30 കഴിയും. പിന്നെ എന്താ ഗുരുവായൂർ എത്തിയപ്പോൾ ഈ കടയിൽ പോയി ഞാൻ ഒരു പൊട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. കണ്ടപ്പൊട്ട്
ഞാൻ ട്രൈ ചെയ്ത് നോക്കണോ? സൂപ്പറാണോ? വേണ്ട ഗോപിപ്പൊട്ട് ഏരിയ കണ്ടാ മനസ്സിലാവണല്ലോ. കണ്ടില്ലേ തിരക്കണ്ണി ഇങ്ങനെയാണ്. അതാ ഫ്രണ്ട് ഭാഗമാ ഗുരുവായൂരപ്പന്റെ. ഓക്കെ മൈ ഗാഡ്, ഗുരുവായൂരെത്തി നമ്മള്. അലങ്കാരമൊക്കെ ഉണ്ടല്ലോ. പാർക്ക് ചെയ്യാൻ പോവാ. ഇവിടെ എവിടെയോ പാർക്കിംഗ് ഓർമ്മയുണ്ടോ? ഇവിടെ ഈ ലെഫ്റ്റ് ആണെന്ന് ഡൗട്ട് ഉണ്ട്. നമ്മള് ഗുരുവായൂരെത്തി. പാർക്കിംഗ് സ്ലോട്ട് നോക്കി കിടക്കുവാണ് കേട്ടോ. പാർക്കിംഗ് ഗ്രൗണ്ട് എവിടെ? ആ ഓക്കെ. ഞാൻ ഗുരുവായൂർ. നമ്മള് ഗുരുവായൂർ എത്തിട്ടോ. ഇതാ കാണുന്നത് അമ്പലം. ഒരുപാട് കൃഷ്ണ വിഗ്രഹം ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നന്ദു അമ്മ അവിടെ പോയി കരിക്ക് കുടിച്ചു. ഞാൻ പോയി ഒരു ജ്യൂസും കുടിച്ചു കേട്ടോ. ജ്യൂസൊക്കെ കുടിച്ച് എനർജി ആയിട്ട് നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. 1 അവറിനുള്ളിൽ തന്നെ കയറാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഇവിടെ ഉത്സവമാണ്. പിന്നെ നമുക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് ഫോട്ടോസ് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ, ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഫോട്ടോസ് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ ഉത്സവമൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇറങ്ങിയേക്കാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഗുരുവായൂര്. ഹാപ്പിയാണ് അല്ലേ? ഇനി മമ്മിയൂരും കൂടെ പോകുന്നുണ്ട്. മമ്മിയൂര് പോയാലാണ് ഈ ഗുരുവായൂർ പോയതിന്റെ പൂർണ്ണ ബലം കിട്ടുള്ളൂ. മമ്മിയൂര് ശിവക്ഷേത്രത്തിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ മമ്മിയൂര് ആദ്യമായിട്ട് വരുന്നത്. ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ മമ്മിയൂര് വന്ന് തൊഴുതിട്ടില്ല കേട്ടോ. ഗുരുവായൂരിന്റെ തൊട്ടടുത്തുള്ള അമ്പലം തന്നെയാണ് കേട്ടോ മമ്മിയൂരും. പക്ഷെ ഇവിടെ വരണം എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് പറഞ്ഞു ഞാൻ കേൾക്കണം. അവിടെ വന്ന് ഞാനൊരു ചിലപ്പോ അമ്മയ്ക്ക് അറിയായിരിക്കും. എന്റെ അമ്മയ്ക്കാണ് അത്രയും പവർഫുൾ വിശ്വാസങ്ങളുള്ളത്. മമ്മിയൂരിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പൊ മമ്മിയൂരിൽ നിന്ന് ഞങ്ങൾ ക്ലിപ്സ് എടുത്തില്ല. ഗുരുവായൂർ എടുക്കാത്തതുപോലെ തന്നെ ഇവിടെ നിന്നും ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ തൊഴുതു. ശിവക്ഷേത്രമാണ്. അപ്പൊ തിരിച്ചിറങ്ങി. ലേറ്റായി, 9:30 ഫുഡ് കഴിക്കാൻ കയറുക. നന്ദു വേറെ കടയിൽ നിന്ന് കഴിച്ചിരുന്നു. ഇനി ഇവിടെ നിന്ന് കഴിക്കുമോ എനിക്കറിയില്ല. ഞാനും അമ്മയും ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പോഴാണ് വിശുന്നത്. ഇപ്പൊ കഴിക്കാൻ കയറും. ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. ഫുൾ അമ്പലത്തിലായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയതാ. ഇപ്പൊ തിരിച്ചെത്ര മണിക്ക് എത്തി? ഇപ്പൊ ഒരു 11:30. എനിക്ക് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ കിടന്നുറങ്ങണം. നേരെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം. യെസ്, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.